ഹായ് എവരിവൺ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫെമിനിസ്റ്റ് തിയറിയെ കുറിച്ചാണ്. പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ അതിന്റെ ഡെഫിനേഷൻസ്, എവിടെ നിന്നാണ് ഫെമിനിസം എന്നുള്ള ടേം ഡെറൈവ് ചെയ്തത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റേറ്റ്സ് ഓഫ് ഫെമിനിസം ആൻഡ് ബ്രാഞ്ച് ഓഫ് തിയറി, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, അതുപോലെ തന്നെ നിലവിലുള്ള കുറച്ച് എക്സാമ്പിൾസ്, പിന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഫെമിനിസം എന്നുള്ളത് നമ്മൾ ഇതിൽ ഡിഫൈൻ ചെയ്യാണ്. ഇൻട്രൊഡക്ഷനിൽ feminist theory is a body of thought that aims to understand and challenge gender inequalities, focusing on women's social roles, experience and representation. പ്രധാനമായിട്ടും ഫെമിനിസ്റ്റ് തിയറി ലക്ഷ്യം വെക്കുന്നത് ജെൻഡർ ഇനീക്വാലിറ്റിയെ എന്താക്കുക, ചലഞ്ച് ചെയ്തുകൊണ്ടാണ്. അതിൽ ഈക്വാലിറ്റി കൊണ്ടുവരിക, അത് വിമൻസിന്റെ സോഷ്യൽ റോൾസും എക്സ്പീരിയൻസൊക്കെ അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ടാണ് അതിനെന്താക്കുന്നത്, അവർ ഈക്വാലിറ്റിയെ ചലഞ്ച് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് പാട്രിയാർക്കൽ സിസ്റ്റമാണ്. ആ പാട്രിയാർക്കൽ സിസ്റ്റത്തെയാണ് ഇവർ എന്താക്കുന്നത്, എതിർക്കുന്നതും. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഫോർ ദി ജെൻഡർ ഈക്വാലിറ്റി ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ. എല്ലാ രീതിയിലും എന്താക്കുന്നു, അവർ പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും കൾച്ചറലും ഈക്വാലിറ്റി അവർ വാദിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഈ ഫെമിനിസത്തിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പ്രധാനമായിട്ടും 4 വേവായിട്ട് തിരിക്കാം. എന്നാലും ഒരുപാട് വേവായി തിരിച്ച പല ആൾക്കാരുണ്ട്. എന്നാലും നമുക്ക് ജനറലി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് 1900 അതുപോലെ തന്നെ 20th സെഞ്ചുറിയുള്ള കാലഘട്ടങ്ങളിൽ വരുന്നതാണ്. ആദ്യകാലത്ത് 20th സെഞ്ചുറി, അതിൽ പ്രധാനമായിട്ടും ലീഗൽ റൈറ്റ്സ്, സഫറേജ്, വോട്ടിംഗ് റൈറ്റ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ളതിന് വേണ്ടിയായിരുന്നു അവർ വാദിച്ചിരുന്നത്. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, സ്റ്റാന്റണിക്കാണ് ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുകൾ. ഇനി സെക്കൻഡ് വേവ് വരുന്നത് 1960, 1980-കളിലാണ്. വർക്ക് പ്ലേസ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, വർക്ക് പ്ലേസിൽ ഹാരാസ്മെന്റിനെ ഇവർ അഡ്രസ് ചെയ്തു. പിന്നെ കുട്ടിയെ പ്രസവിക്കാനുള്ള റൈറ്റ്സും റിലേറ്റിംഗ് ടു ദാറ്റ്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഫ്രെഡിയാൻ, അതുപോലെ തന്നെ സ്റ്റീനം എന്നുള്ളൊക്കെ പോലെ. പിന്നെ വരുന്നത് തേർഡ് വേവ് ഫെമിനിസം ആണ്. തേർഡ് വേവ് ഫെമിനിസം വരുന്നത് 1990, 2000-ലാണ്. ഇന്റർസെക്ഷനാലിറ്റി, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി. ഇതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് ഹൂക്സ്, ബട്ട്ലറൊക്കെയാണ്. ഇവര് ഈ ഇന്റർസെക്ഷനാലിറ്റിയും അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് വാദിച്ചെന്നുള്ളതാണ്. പിന്നെ വരുന്ന ഫോർത്ത് വേവ് ആണ്. ഫോർത്ത് വേവ് എന്ന് പറയുന്നത് 2010 ശേഷമാണ്. ഡിജിറ്റൽ ആക്ടിവിസ്റ്റ് ആണ്. അതായത് നമ്മൾ ഇന്ന് വരെയുള്ള കാലത്തെയാണ് ഈ ഫോർത്ത് വേവ് ഒക്കെ പറയുന്നത്. ഈ മീ ടു മൂവ്മെന്റ്, അതുപോലെ തന്നെ മലാല യൂസഫ്സായിന്റെ ഒരുപാട് പോരാട്ടങ്ങൾ, ടാരാന ബ്രൂക്കിന്റെ ബൂർക്കിന്റെ മീ ടു മൂവ്മെന്റ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഫസ്റ്റ് വേവ് ഫെമിനിസം. ഫസ്റ്റ് വേവ് ഫെമിനിസം മെയിൻലി ഫോക്കസ്ഡ് ഓൺ ലീഗൽ റൈറ്റ്, എസ്പെഷ്യലി സഫറേജ്, വോട്ടിംഗ് റൈറ്റ്സിനാണ് ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് വേവ് ഫെമിനിസത്തിലേക്ക് പോരടിക്കുന്നത്, അതിനുവേണ്ടി ചലഞ്ച് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ചെയ്യുന്നതൊക്കെ. പ്രധാനപ്പെട്ട ആൾക്കാരാണ് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, അതുപോലെ തന്നെ എലിസബത്ത് കാഡി സ്റ്റാൻഡൺ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. ഇവരൊക്കെ എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് ചലഞ്ച് ചെയ്ത ആൾക്കാരാണ്. ചലഞ്ചിങ് ജെൻഡർ റോൾസിന് എന്താക്കി ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ്. മെയിൻ അച്ചീവ്മെന്റ് വാസ് വുമൻസ് റൈറ്റ് ടു വോട്ട് ഇൻ മെനി കൺട്രീസ്. ഒരുപാട് കൺട്രീസിൽ എന്താക്കാൻ പറ്റി, വുമൻസ് വോട്ടിന്റെ ഒക്കെ അവകാശം കിട്ടി. ആദ്യമായിട്ട് ന്യൂസിലൻഡിലേക്കാണ് ഇത് റൈറ്റ്സ് കിട്ടുന്നത്. അതൊക്കെ ബിഫോർ ഇതിനൊക്കെ മുമ്പ് തന്നെയാണ്. എന്നാലും അമേരിക്കയിലായിരുന്നു ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റ് ഒക്കെ പ്രധാനമായിട്ട് നിലകൊണ്ടിരുന്നത്, അമേരിക്കൻ കൺട്രീസിലൊക്കെ. അപ്പോൾ അവിടെ എന്താക്കി പല രാജ്യങ്ങളിലും വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ അവർ നേടിക്കൊടുത്തു. ഫസ്റ്റ് വേവ് ഫെമിനിസം primarily took place in the Western world, particularly in the United States and Britain. ഇവിടെയൊക്കെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് വേവ് ഫെമിനിസം നോക്കാം. സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ പറയുന്നത് മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഇഷ്യൂസ് ഓഫ് ഈക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഇൻക്ലൂഡിംഗ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻജസ്റ്റിസ്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് എന്താണ്, ഈക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷനിലേക്കാണ്. ഇഷ്യൂസ് ഓഫ് ഈക്വാലിറ്റി, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, ഇതിൽ നിന്ന് വരുന്ന ഇഷ്യൂസിലേക്കാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ പബ്ലിക് ഇൻജസ്റ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻജസ്റ്റിസ് ഉണ്ട്. റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, അതുപോലെ തന്നെ വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ്. ഈ പ്രൈവറ്റ് ഇൻജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റിംഗ് ടു ദാറ്റ് ആണ്. നമ്മൾ ഹോമിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പബ്ലിക് എന്ന് പറയുന്ന വർക്ക് പ്ലേസിലും കാര്യങ്ങളും പബ്ലിക്കിലൊക്കെ ഉണ്ടാവുന്ന ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ മൂവ്മെന്റ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ഓർഗനൈസേഷൻ ലൈക്ക് നാഷണൽ ഓർഗനൈസേഷൻ ഫോർ വുമൺ,
നാഷണൽ ഓർഗനൈസേഷൻ ഫോർ വുമൺ എന്നുള്ള മൂവ്മെന്റിലേക്ക് എന്താക്കി ഈ ഒരു അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിലേക്ക് സെക്കൻഡ് വേവിൽ പ്രധാനമായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്, നയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെയിൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത് സൈമൺ ഡി ബിവോയർ, അതുപോലെ തന്നെ ബ്രെറ്റി ഫ്രീഡ്, ഗ്ലോറിയ സ്റ്റീനം എന്നിവരൊക്കെയാണ്. സൈമൺ ഡി ബിവോയറിന്റെ പ്രശസ്തമായ ബുക്കാണ് ദി സെക്കൻഡ് സെക്സ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജനനം കൊണ്ട് എല്ലാവരും ഒരുപോലെയാണ്, പിന്നെ സാഹചര്യങ്ങളും സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അവരെ മാറ്റിയെടുത്തത്, ആണും പെണ്ണും ആക്കി ഒരുപാട് വേർതിരിവിലേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമുക്ക് തേർഡ് വേവ് ഫെമിനിസത്തിലേക്ക് നമുക്ക് പോവാം. തേർഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 1990-കളിലാണ്. ഇത് ഫോക്കസ് ഓൺ ഇന്റർസെക്ഷനാലിറ്റി, ബോഡ്ലി ഓട്ടോണമി ആൻഡ് റീക്ലൈമിംഗ് ട്രഡീഷണലി ഫെമിനിൻ എസ്തെറ്റിക്, ഓൾസോ ചലഞ്ചിങ് യൂണിവേഴ്സൽ നേഷൻ ഓഫ് വുമൻഹുഡ് എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ബോഡിയുടെ മേൽ നമുക്കാണ് അധികാരം എന്നുള്ള ചില അഡ്വക്കസി ആയിരുന്നു ഇവർ പ്രധാനമായിട്ടും തേർഡ് വേവ് ഫെമിനിസത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ഫെമിനിൻ എസ്തെറ്റിക്സിനേക്ക് എന്താക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ റിലേറ്റിംഗ് ടു കൾച്ചറൽ ഫെമിനിസവും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇതിൽ കടന്നു. ഇതിൽ മെയിൻ ഫിഗേഴ്സ് ആരൊക്കെ, ജൂഡിത്ത് ബട്ട്ലർ, അതുപോലെ തന്നെ ബെൽ ഹുക്സ് തുടങ്ങിയവരൊക്കെയാണ്. പിന്നെ വരുന്നത് ഫോർത്ത് വേവ് ഫെമിനിസം ആണ്. ഫോർത്ത് വേവ് ഫെമിനിസം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആക്ടിവിസ്റ്റ് ആണ്. ബൂർക്കിന്റെ മീറ്റു മൂവ്മെന്റ്, അതുപോലെ തന്നെ മലാല യൂസുഫ്സായി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രധാനമായിട്ടും ഗ്ലോബൽ ജെൻഡർ ജസ്റ്റിസ് ആയിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആക്ടിവിസ്റ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട ഇവർ യൂസ് ചെയ്തിരുന്ന മീഡിയ എന്നുള്ളത്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു റോസ്മാരി ക്ലാർക്ക് പാർസൺസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഹാവ് അലൗഡ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ടു ബിക്കം മോർ കണക്റ്റഡ് ആൻഡ് വിസിബിൾ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്താക്കിയാണ് ഫെമിനിസത്തെ ഒരുപാട് ഉയർത്തി കൊണ്ടുവന്നിരുന്നു എന്നൊക്കെ പറയുന്നതാണ്. അതൊരു പബ്ലിഷിംഗ് ആയിരുന്നു ചെയ്തത്. മൺറോ എലാസൈഡ് സെപ്റ്റംബർ 2013 ഫെമിനിസം എ ഫോർത്ത് വേവ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസൈറ്റ് എന്നുള്ള ഇതിലായിരുന്നു ആ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ഫെമിനിസ്റ്റ് തിയറി നോക്കാം. പ്രധാനമായിട്ടും ബ്രാഞ്ചസ് ഓഫ് ഫെമിനിസ്റ്റ് തിയറി എന്നുള്ളത് 4 മാറ്ററാണുള്ളത്. എന്തായാലും ഒരുപാട് വിഷയങ്ങളൊക്കെ അതിലുണ്ട്. എങ്കിലും വളരെ ഷോർട്ടായിട്ടും വളരെ പോപ്പുലർ ആയിട്ടുള്ള 4 ബ്രാഞ്ചിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ലിബറൽ ഫെമിനിസം ആണ്. ഈ ലിബറൽ ഫെമിനിസത്തിൽ പ്രധാനമായിട്ടും സീക്സ് ഈക്വാലിറ്റി ത്രൂ ദി ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റിഫോംസിലൂടെ ഈക്വാലിറ്റി തേടിയാണ്. നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഈക്വാലിറ്റി വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടി ഇവർ ഒരുപാട് വാദിച്ചു. പിന്നെ അതുപോലെ തന്നെ വർക്ക് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തായിരുന്നു ഈ ലിബറൽ ഫെമിനിസ്റ്റുകാർ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. Liberal feminism has roots in the first wave feminist movement, which focused on women's suffrage and access to education. ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൽ ഇതിന് പ്രധാനപ്പെട്ട ഒരു വേരുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെയും അതുപോലെ തന്നെ സ്റ്റാൻഡിന്റെയൊക്കെ സ്റ്റാൻഡും അതുപോലെ തന്നെ അവരെന്തിനൊക്കെയാണ് അഡ്വക്കേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വുമൻ സഫറേജിനൊക്കെ ആയിരുന്നു ഇവർ പ്രധാനമായിട്ട് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ വോട്ടിംഗ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ. During the second wave, liberal feminists challenged sex-based discrimination in law and social institutions. നിയമപരമായിട്ടും സാമൂഹിക സ്ഥാപനങ്ങളിലും സെക്സ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എന്താക്കി അവർ സെക്കൻഡ് വേവിൽ പ്രധാനമായിട്ടും ചലഞ്ച് അഡ്വക്കേറ്റ് ചെയ്ത് അതിനെതിരെ ഉണ്ടാകുന്ന ചലഞ്ചസിനെ എന്താക്കി അഡ്വക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി അടുത്തത് റാഡിക്കൽ ഫെമിനിസം ആണ്. റാഡിക്കൽ ഫെമിനിസത്തിൽ പ്രധാനമായിട്ടും എതിർക്കുന്നത് പാട്രിയാർക്കി സിസ്റ്റത്തെയാണ്. വുമൻസിന്റെ ഒപ്രഷനൊക്കെ പ്രധാനപ്പെട്ട കാരണം പാട്രിയാർക്കി എന്നാണ് റാഡിക്കൽ ഫെമിനിസത്തിൽ പറയുന്നത്. ഇവർ എന്തായിരുന്നു അഡ്വക്കേറ്റ്സ് ഫോർ റീസ്ട്രക്ചറിങ് ഓഫ് സൊസൈറ്റി ആൻഡ് റിമൂവ് മെയിൽ ഡോമിനൻസ്. മെയിൽ ഡോമിനൻസിനെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ സ്ട്രക്ചറൊക്കെ റിമൂവ് ചെയ്ത് മെയിൽ ഡോമിനൻസിനെ മാറ്റി എല്ലാവർക്കും ഈക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നു. പ്രധാനമായും ഇത് സെക്കൻഡ് വേവ് ഫെമിനിസത്തിലായിരുന്നു പ്രധാനമായും കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റ് ചലഞ്ച് ട്രഡീഷണൽ ജെൻഡർ റോൾസ് which they see as socially constructed to maintain male dominance. ട്രഡീഷണൽ ജെൻഡർ റോൾസിനെ അവർ ചലഞ്ച് ചെയ്ത്, കാരണം അത് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തത് പൊതുവെ എന്തിനു വേണ്ടിയാണ്, മെയിൽ ഡൊമിനൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് മാർക്സിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ women's oppression through the lens of class and economic structures എന്നുള്ളതാണ്.
അതായത് എക്കണോമിക്കലും അതുപോലെ തന്നെ ക്ലാസ് ബേസിലൊക്കെ ഒരുപാട് വിമൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ഓപ്പറേഷൻ നേരിടുന്നുണ്ട്. അതിനെയാണ് ഇതിലുണ്ടാക്കുന്നത് പ്രധാനമായിട്ട് ചലഞ്ച് ചെയ്യുന്നത്. ക്യാപിറ്റാലിസം ആൻഡ് പാട്രിയാർക്കി ഒക്കെ പ്രധാനമായിട്ടും കണക്ഷൻ ബിറ്റ്വീൻ മെയിൽസ് എന്നുള്ളതാണ്. അത് ഇതിന് രണ്ടിനാണ് ഈ മാർക്സിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഫെമിനിസം പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ബട്ട് മാർക്സിസ്റ്റ് ഫെമിനിസം primarily focus on capitalism as root cause. മാർക്സിസ്റ്റ് ഫെമിനിസം എന്താ പറയുന്നത്, ക്യാപിറ്റലിസം ആണ് വുമൻസ് ഓപ്പറേഷനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നു. വെയിൽ സോഷ്യലിസ്റ്റ് ഫെമിനിസം കൺസിഡേഴ്സ് ബോത്ത് ക്ലാസ് ആൻഡ് ജെൻഡർ ഫാക്ടേഴ്സ്. സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്താ പറയുന്നത്, ജെൻഡറും ക്ലാസും അതുപോലെ തന്നെ അതിന്റെയൊക്കെ ഒരു ഫാക്ടർ എന്നുള്ളത്, അതിന്റെയൊക്കെ ഓപ്പറേഷൻ വരുന്നുള്ള ഫാക്ടർ എന്നുള്ളതാണ് എന്ന് പറയുന്നു. പ്രധാനമായിട്ടും ഈ ക്യാപിറ്റലിസവും പാട്രിയാർക്കിയും ഇത് രണ്ടും എന്തിന് കാരണമാകുന്നു, ഈ വിമൻസ് ഓപ്പറേഷന് കാരണമാകുന്നു എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് ഫെമിനിസം പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്, അതായത് ക്യാപിറ്റലിസവും പാട്രിയാർക്കിയും എന്താണ്, ഈ അതുകൊണ്ട് ജെൻഡർ ബേസ്ഡ് റോൾസും കാര്യങ്ങളും ജെൻഡർ ഫാക്ടേഴ്സിനും ഇമ്പാക്റ്റ് ആവുന്നുണ്ട്, അതുമൂലം വിമൻസ് ഓപ്പറേഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ബട്ട് നേരെ മറിച്ച് മാർക്സിസ്റ്റ് ഫെമിനിസം primarily ഫോക്കസ് ചെയ്യുന്നത് ക്യാപിറ്റലിസം ആസ് എ റൂട്ട് കോസ് എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു മാറ്റർ എന്നുള്ളത്. ആർഗ്യൂസ് വിമൻസ് ഓപ്പറേഷൻ ഇൻ എ ഡയറക്ട് റിസൾട്ട് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ അന്നത്തെ സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ പ്രോപ്പർട്ടി വെക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ മറ്റാരുടെയെങ്കിലും കൺസെന്റ് റിലേറ്റിംഗ് ടു ദാറ്റ് അങ്ങനെ വേണമായിരുന്നു. അതൊക്കെ ഇവർ ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കൾച്ചറൽ ഫെമിനിസം. കൾച്ചറൽ ഫെമിനിസത്തിൽ പ്രധാനമായിട്ടും പറയുന്ന ബ്രാഞ്ച് ഓഫ് ഫെമിനിസം എംഫസൈസ്ഡ് the unique and valuable aspects of women and cultural experience. വിമൻസ് കൾച്ചർ നൽകുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനൊക്കെ എന്താക്കുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിനൊക്കെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഈ കൾച്ചറൽ ഫെമിനിസം എന്ന് പറയുന്നത്. വുമൻ ടു ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് അതർ കൾച്ചറൽ ഫോംസ്, ഇതിലേക്ക് എന്താക്കുക യൂണിക് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്, അതിനൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എക്കോ ഫെമിനിസം ഉണ്ട്, പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം ഉണ്ട്, കൊളോണിയൽ ഫെമിനിസം ഉണ്ട്. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ സമയങ്ങളിൽ രൂപീകൃതമായ ഓരോരോ ബ്രാഞ്ചസ് ആണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ കൊളോണിയൽ വർക്ക്സിനെയും മറ്റിതര കാര്യങ്ങളെയും അന്നത്തെ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടുള്ള മാറ്റർ ആയിരുന്നു. പോസ്റ്റ് കൊളോണിയൽ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഒരുപാട് മാറ്റേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ആവും. എങ്കിലും ബേസിക്കലി പോപ്പുലറായ 4 ബ്രാഞ്ച് ഓഫ് തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ക്രിറ്റിസിസം ഓഫ് ഫെമിനിസ്റ്റ് തിയറി നോക്കാം. പ്രധാനമായിട്ടും ഫെമിനിസ്റ്റ് തിയറിയുടെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇതിപ്പോഴും വിമൻ സെന്റേഡ് ബയസ് എന്നുള്ളതാണ്. അതായത് ജനറലി ഈ ഫെമിനിസ്റ്റ് തിയറി എന്താക്കുന്നു, പുരുഷന്മാരെ അംഗീകരിക്കാതെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പുരുഷന്മാരെ അപ്പാടെ നിരാകരിക്കുക. ഒരു ബാലൻസിങ് റോളിൽ പോവുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പുണ്ടാവുള്ളൂ. സോ രണ്ടിനെയും എന്താക്കുക, സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. പുരുഷന്മാരെ അവർക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ ഈക്വാലിറ്റിക്ക് വേണ്ടി നമ്മൾക്ക് വാദിക്കാം. അതല്ലാതെ അതിന്റെ ഈക്വാലിറ്റിയെ ഇല്ലാതാക്കി അവർക്കൊന്നും കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താവും, ബോത്ത് സൈഡിനും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെയായിരുന്നു ഈ ഒരു ക്രിറ്റിസിസത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഈ ലിറ്റററി ക്രിറ്റിസിസത്തിലേക്കാണ് ഈ ഫെമിനിസം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താക്കും, അത് അനലൈസിങ് ഹൗ ടെക്സ്റ്റ് റെപ്രസെന്റ് ജെൻഡർ ആൻഡ് പവർ. ടെക്സ്റ്റ് ജെൻഡർ ആൻഡ് പവർ ഒക്കെ എന്താക്കുന്നു, അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി സോഷ്യോളജിയിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, സ്റ്റഡിങ് ജെൻഡർ ഡിവിഷൻ, ലാബർ ആൻഡ് ഇനീക്വാലിറ്റി, അതിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതായിരിക്കും. ലോയിലാണ് അഡ്വക്കേറ്റിംഗ് ഫോർ ജെൻഡർ സെൻസിറ്റീവ് പോളിസീസ്, ജെൻഡർ സെൻസിറ്റീവ് പോളിസിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മീഡിയ സ്റ്റഡീസിലാണ് ഡീകൺസ്ട്രക്ടിംഗ് സ്റ്റീരിയോ ടൈപ്പ് ആൻഡ് അഡ്വർടൈസിംഗ് ഫിലിം ആൻഡ് ന്യൂസ് അഡ്വർടൈസിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എഡ്യൂക്കേഷനിലാണ് പ്രൊമോട്ടിംഗ് ജെൻഡർ ഇൻക്ലൂസീവ് കരിക്കുലം, അതായത് ജെൻഡർ ഇൻക്ലൂസീവ് കരിക്കുലം എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് വർക്ക്സ് നോക്കാം. മേരി വോൾസൺക്രാഫ്റ്റിന്റെ എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ, സൈമൺ ഡി ബൂവിയറിന്റെ ദ സെക്കൻഡ് സെക്സ്, വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റേദർ ബിക്കംസ് എ വുമൺ. ഒരാളും ഈ പറയുന്ന സ്ത്രീയായിട്ടല്ല, അതായത് സൊസൈറ്റി വരച്ചിട്ടിരുന്ന സ്ത്രീയായിട്ടല്ല ജനിക്കുന്നത്, ബട്ട് അവളെ എന്താക്കുന്നു, വുമണാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. റേദർ ബിക്കംസ് എ വുമൺ. അതുപോലെ തന്നെ ബെറ്റി ഫ്രീഡന്റെ ദ ഫെമിനിൻ മിസ്റ്റേക്ക്, അതുപോലെ തന്നെ ബെൽ ഹൂക്സിന്റെ ഫെമിനിസ്റ്റ് തിയറി,
ഫ്രം മാർജിൻ ടു സെന്റർ, ജൂഡിത്ത് ബട്ട്ലറിന്റെ ജെൻഡർ ട്രബിൾ എന്നുള്ളതാണ്. നമുക്കൊരു കണ്ടംപററി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മീറ്റു മൂവ്മെന്റ് 2017 പ്രസന്റ് ആയിട്ടുള്ള 2017 ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയി വന്ന കാര്യങ്ങളായിരുന്നു. ഗ്ലോബൽ ക്യാമ്പയിൻ ആണ്. സെക്ഷൽ ഹാരാസ്മെന്റ് ആൻഡ് അസോൾട്ടിനെ കുറിച്ചിട്ടുള്ള ഞാനും ഇരയായിട്ടുണ്ട് എന്ന് പറയുന്നതാണ്. ഇനി ടൈംസ് അപ്പിന്റെ ഒരു ഇതുണ്ട്, ഫൗണ്ടഡ് ബൈ വുമൺ ഇൻ ഹോളിവുഡ് ടു ഫൈറ്റ് വർക്ക് പ്ലേസ് ഹാരാസ്മെന്റ്. ടൈംസ് അപ്പ് എന്ന് പറയുന്ന ഒരു മാറ്ററാണ്. അതുപോലെ തന്നെ മലാല യൂസുഫ്സായിന്റെ ആക്ടിവിസ്റ്റ് ആണ്. ഗേൾസ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഇതാവുന്നു. ഇനി കൺക്ലൂഷനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിനായിരുന്നു ഉണ്ടായിരുന്നത്, അതിനെതിരെയുള്ള മാറ്റേഴ്സിനായിരുന്നു ഇവർ അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്. പാട്രിയാർക്കൽ സ്ട്രക്ചർ മെയിൽ ഡോമിനൻസിനൊക്കെതിരായിട്ട് ടു പ്രൊമോട്ട് ഇന്റർസെക്ഷണൽ ജസ്റ്റിസ് ആൻഡ് വിഷൻസ് എ മോർ ഈക്വൽ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി.